ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ഞാനിലേക്ക് സ്വാഗതം. സർഫിറ എന്ന് പറഞ്ഞ ഒരു ഫോട്ടോ പുറത്ത് തന്നിരുന്നു. സൂര്യൻ, സുധാകുമാരിയും അക്ഷയകുമാറൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ. സൂര്യ ഇതിലൊരു ചെറിയ ക്യാമിയോ റോൾ ചെയ്യുന്നുള്ളതാണ് കേട്ടത്. മിക്കവാറും വരുന്നുണ്ടായിരിക്കാം. പിന്നെ പടത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പിന്നെ വണങ്ക എന്ന് പറഞ്ഞിട്ടുള്ള അരുൺ വിജയുടെ പടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. നല്ല പടാവല്ല സാധ്യത ഒക്കെ കാണുന്നുണ്ട് ട്രെയിലർ കണ്ടിട്ട്. പിന്നെ ബൃന്ദ എന്ന് പറഞ്ഞ പടത്തിന്റെ ടീസർ പുറത്തിറങ്ങിയിരുന്നു. തൃശ്ശയാണ് മെയിൻ കഥാപാത്രമായിട്ട് എത്തുന്നത്. സോണി ലിവിലൂടെ ഓഗസ്റ്റ് 2 ഡയറക്റ്റ് സ്ട്രീമിംഗ് ആയിട്ടാണ് പടം എത്തുന്നത്. പിന്നെ പവി കെയർ ടേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ദിലീപിൻ്റെ പടത്തിൻ്റെ OTT റൈറ്റ്സ് മനോരമ മാക്സ് ആണ് എടുത്തിട്ടുള്ളത്. സാറ്റലൈറ്റ് റൈറ്റ്സ് മഴവിൽ മനോരമയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അഗാധ ഓൾ അലോങ് എന്ന് പറഞ്ഞിട്ടുള്ള മാർവൽ സ്റ്റുഡിയോസിൻ്റെ അടുത്ത് ഇറങ്ങാൻ പോകുന്ന സീരീസ് ഡിസ്നി പ്ലസിലൂടെ സെപ്റ്റംബർ 18 ഇറങ്ങും എന്നുള്ളത് കൺഫേം ചെയ്തു. പിന്നെ ബബ്ബ എന്ന് പറഞ്ഞിട്ടുള്ള ദിലീപിൻ്റെ പടത്തിൽ ബാലു വർഗീസ് ഓൺബോർഡ് ആയിട്ടുണ്ട്. പിന്നെ റെഡിൻ കിങ്സ്റ്റി ആളാദ്യമായിട്ട് മലയാള ഫിലിമിലേക്ക് വരുന്നതാണ് ഈ പടത്തിലൂടെ. ആളും ഓൺബോർഡ് ആയിട്ടുണ്ട്. പിന്നെ ബൈജു സന്തോഷ് ഓൺബോർഡ് ആയിട്ടുണ്ട്. പിന്നെ അശോകൻ ഓൺബോർഡ് ആയിട്ടുണ്ട്. പിന്നെ ജമ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നു. പിന്നെ ഗ്ലാഡിയേറ്റർ 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. തിയേറ്ററിൽ നവംബർ 22 പടം റിലീസാകാൻ പോകുന്നത്. പിന്നെ മായ പുത്തകം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ ശിവണ്ണ 131 എന്ന് വെച്ചാൽ ശിവരാജ്കുമാറിൻ്റെ 131 പടത്തിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് 12 5/1 പുറത്തിറങ്ങുന്നതായിരിക്കും. ഇനിയിപ്പോൾ ടൈറ്റിലായിരിക്കും അതോ വെറും അനൗൺസ്മെൻറ്റ് മാത്രമായിരിക്കും എന്താണെന്നുള്ള അറിയത്തില്ല. സൈലൻസ് ബിഫോർ സ്റ്റോം എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ വയലൻസ് ഹാസ്യ ന്യൂ നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. ദേവ എന്നാണ് കൊടുത്തിട്ടുള്ളത്. മിക്കവാറും ശിവരാജ്കുമാറിൻ്റെ കഥാപാത്രത്തിൻ്റെ പേരായിരിക്കും അത്. പിന്നെ ഭൈരവന കൊനെ പാട്ട എന്ന് പറഞ്ഞിട്ടുള്ള പടം. ആ പടത്തിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വന്നിട്ടുണ്ട്. 2 പോസ്റ്റേഴ്സാണ് വന്നിട്ടുള്ളത്. രണ്ടും രസമായിട്ട് തോന്നി. ഹേമന്ത് M. റാവു എന്ന് പറഞ്ഞ ആളാണ് പടം എടുക്കുന്നത്. പിന്നെ ഇതിൽ ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത് ലെസൺസ് ഫോർ എ കിങ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉത്തരാഖണ്ഡ എന്ന് പറഞ്ഞ പടത്തിലത്തെ മാലിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രത്തിൻ്റെ ടീച്ചറോ അതോ പോസ്റ്റർ എന്താണെന്നറിയില്ല. ശിവരാജ്കുമാറിൻ്റെ കഥാപാത്രമായിരിക്കും മിക്കവാറും. അത് നാളെ 11 രാവിലെ പുറത്തിറങ്ങുന്നതായിരിക്കും. പിന്നെ ജൂഡ് ആന്റണി ജോസഫ് അടുത്തെടുക്കാൻ പോകുന്ന പടം STRനെ വെച്ചിട്ടാണെന്നുള്ളതാണ് കേൾക്കുന്നത്, സിലംബർസിനെ വെച്ചിട്ട്. അപ്പോൾ അതിൽ മോഹൻലാൽ ഒരു പാർട്ടായിട്ട് എത്തുന്നുള്ള കേൾക്കുന്നുണ്ട്. പക്ഷേ അത് റൂമറാന്നുള്ളതാണ് ഇതുവരെ അറിയാൻ സാധിച്ചത്. എന്തായാലും ഇത് AJS എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. പിന്നെ ഡാർലിംഗ് എന്ന് പറഞ്ഞ പടത്തിലത്തെ സൺ ചലിയ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ജൂലൈ 12 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചു. പിന്നെ ഇന്ത്യൻ 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ നാളെ വൈകുന്നേരത്തോട് കൂടിയിട്ട് എല്ലായിടത്തും ഓപ്പൺ ആവുന്നതായിരിക്കും. ഫസ്റ്റ് ഷോ 6 മണിക്കായിരിക്കും സ്റ്റാർട്ട് ചെയ്യാന്നാണ് കേൾക്കുന്നത് രാവിലെ കേരളത്തിൽ. പിന്നെ പടം ഐസ് തിയേറ്റേഴ്സിൽ വരുന്നതായിരിക്കും. എന്ന് വെച്ചാൽ സൈഡിലൊക്കെ സ്ക്രീൻ പോലെ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഈ മെയിൻ സ്ക്രീനിൽ എന്താ കാണിക്കണം അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ആ കളറിൽ തന്നെ സൈഡിലത്തെ സ്ക്രീനിലൊക്കെ കാണിക്കുന്ന ടൈപ്പാണത്. പിന്നെ ഉല്ലജിത്ത് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സ് വന്നു. ഓഗസ്റ്റ് 2 പടം പുറത്തിറങ്ങുന്നത്. 2 പോസ്റ്റേഴ്സാണ് വന്നിട്ടുള്ളത്. 2 സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ മെയിൻ കഥാപാത്രമായി എത്തുന്ന സീക്രട്ട് എന്ന് പറഞ്ഞ പടം SN സ്വാമിയാണ് പടം എടുക്കുന്നത്. ആ പടം ജൂലൈ 26 പുറത്തിറങ്ങുന്നത് അറിയിച്ചു. അപർണദാസാണ് നായികയായി വരുന്നത്. പിന്നെ ഹണ്ട് എന്ന് പറഞ്ഞ പടത്തിൻ്റെ എന്ന് വെച്ചാൽ ഷാജി കൈലാസ് എടുക്കുന്ന പടമാണ്. ആ പടത്തിൻ്റെ ടീസർ റിലീസ് ചെയ്യുന്നത് മഞ്ജു വാര്യരാണ്. ജൂലൈ 14 4 മണിക്ക്. പിന്നെ മഹാരാജ എന്ന് പറഞ്ഞ പടം കേരളത്തിൽ നിന്ന് 8 കോടികളാണ് കളക്ഷനായിട്ട് നേടിയിട്ടുള്ളത്. ഒരു വലിയ കളക്ഷൻ തന്നെയാണ്. പിന്നെ നൻപൻ ഒരുവൻ വന്ന് പിറക് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടല്ല പടം. ആ പടം ഓഗസ്റ്റ് 2 പുറത്തിറങ്ങുന്നത് അറിയിച്ചു. പിന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള തലപതി 68 എന്നുവെച്ചാൽ തലപതി വിജയുടെ അടുത്ത് ഇറങ്ങാൻ പോണ പടം. ഈ പടത്തിൻ്റെ റിലീസ് പാർട്ട്ണർ തെലുങ്ക് സ്റ്റേറ്റിൽ എന്ന് വെച്ചാൽ ആന്ധ്രയിലും തെലുങ്കാനയിലും എടുത്തിട്ടുള്ള മൈത്രി മൂവി മേക്കേഴ്സാണ്. ഇവരത് എടുത്തിട്ടുള്ള 30 കോടിക്കാന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു വലിയ തുക തന്നെയാണ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ലിയോ എടുത്തിട്ടുണ്ടായിരുന്ന 21 കോടിക്കായിരുന്നു. അപ്പോൾ വിജയുടെ കരിയറിൽ അവിടെ ഏറ്റവും വലിയ തുക വിറ്റുപോണ പടം തന്നെയാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദ ഓൾ ടൈം, 30 കോടി. പിന്നെ കൽക്കി 2828 AD എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടിക്കറ്റ്സ് ബുക്ക് മൈ ഷോയിലൂടെ മാത്രം 10 മില്യണിന് കൂടുതൽ സോൾഡ് ആയിട്ടുണ്ട്. പിന്നെ പടം കേരളത്തിൽ നിന്ന് 25 കോടിയുടെ മുകളിലേക്ക് ഗ്രോസ് കളക്ഷൻ നേടിയിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ 900 കോടി കടന്നിട്ടുണ്ട്. അപ്പോൾ 900 കോടിയുടെ ഒരു ഒഫീഷ്യൽ പോസ്റ്റൊക്കെ അവർ പുറത്തിറക്കിയിരുന്നു. പിന്നെ റായ് എന്ന് പറഞ്ഞിട്ടുള്ള ധനുഷ് എടുത്തിട്ട് ധനുഷിനെ അഭിനയിച്ചിട്ടുള്ളൊരു പടമാണ്. ഈ ജൂലൈ 26 പടം റിലീസാകാൻ പോകുന്നത്. പടത്തിന് A സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. അതിലൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആ പോസ്റ്ററിൽ, ബ്ലഡ് ഈസ് തിക്കർ ദാൻ എവരിത്തിങ് എന്നുള്ളത്. എന്തായാലും രക്തക്കളി തന്നെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ. പിന്നെ പടത്തിൻ്റെ ദൈർഘ്യം പറയുന്നത് 2 മണിക്കൂർ 25 മിനിറ്റാണ്. പിന്നെ തങ്കല എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പടുത്ത് വരും എന്ന് പറഞ്ഞിരുന്നു. ജൂലൈ 8 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ 10 വരും എന്നുള്ള ഒരു ഒഫീഷ്യൽ കൺഫേം ചെയ്തിട്ടൊരു പോസ്റ്റർ ഇറക്കി. പിന്നെ ഇന്ന് 5 മണിക്ക് ട്രെയിലർ വരും എന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു പുതിയ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതേമാതിരി ഇന്ന് 5 മണിക്ക് വരും എന്നുള്ള രീതിയിലും ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി എന്ന് അറിയിച്ചുകൊണ്ടുള്ളൊരു പോസ്റ്റർ ഇതാണ്. എന്തായാലും നല്ല ട്രെയിലറായിട്ടാണ് തോന്നി. BGM എസ്പെഷ്യലി നന്നായിട്ടുണ്ട്. പിന്നെ മാളവിക മോഹനനൊക്കെ അത്യാവശ്യം നല്ല ക്യാരക്ടർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതുമാതിരി പാർവതിക്ക് അത്യാവശ്യം നല്ല ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ മാളവിക മോഹനൻ്റെ കഥാപാത്രത്തിന് ഫൈറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. എന്തായാലും ട്രെയിലറിൽ ആൾ ഡ്രസ്സ് ഇട്ടിട്ടുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആൾ ഓൾറെഡി ട്രൈബൽസിൽ പെട്ട ആളാണ്. നോർമലി ഷർട്ട് ഇടാതെയാണ് നടക്കുക. അപ്പോൾ ഇതിൽ ഇവർ
ട്രെയിലറിൻ്റെ കമ്പനിയിലായി കൊടുത്തിട്ടുള്ള വേറൊരു പോസ്റ്ററാണ്. അത് എന്തായാലും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും നന്നായി തോന്നി. എന്തായാലും ആള് പിന്നെ ഗംഭീര പെർഫോമൻസ് ആണ്. പിന്നെ പ്രത്യേകിച്ച് വിഷ്വൽസ് എല്ലാം സെറ്റായിട്ടുണ്ട്. പരഞ്ജിത്താണ് പടം എടുത്തിട്ടുള്ളത്. എന്തായാലും ഗംഭീരമാവട്ടെ. പടത്തിൻ്റെ റിലീസ് ഡേറ്റ് ഇതിൽ അറിയിച്ചിട്ടില്ല. ഇപ്പോഴും കേൾക്കുന്ന ഓഗസ്റ്റ് 15 തീയതി റിലീസ് ആവുന്നുള്ളതാണ്. എന്തായാലും ട്രെയിലർ ഈ സമയത്ത് ഇറക്കിയതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ ആയിട്ട് റിലീസ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ മമ്മൂട്ടി ടർബോ എന്ന് പറഞ്ഞ പടം സോണി ലിവിലൂടെ ഓഗസ്റ്റിൽ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ഓഗസ്റ്റ് 9 തീയതിയാണ് സോണി ലിവിലൂടെ സ്ട്രീമിംഗ് ആവുക എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടി കമ്പനിൻ്റെ 6ാമത്തെ പടം പ്രൊഡക്ഷൻ നമ്പർ 6 ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൗതം വാസുദേവനാണ് മമ്മൂട്ടിയുടെ അടുത്ത പടം എടുക്കാൻ പോകുന്നത്. അത് മമ്മൂട്ടി കമ്പനി തന്നെ ആയിരിക്കും എന്നുള്ളതും ഏകദേശം കൺഫേം ആയതായിരുന്നു. പക്ഷേ അത് നീണ്ടു പോയതായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇന്ന് പൂജ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. മമ്മൂട്ടി കമ്പനിൻ്റെ ടർബോക്ക് ശേഷം വരുന്ന പടമാണിത്. ടർബോ 5ാമത്തെ പടമായിരുന്നു. ഇതിപ്പോൾ 6ാമത്തെ പടം. ഇതിൽ മമ്മൂട്ടി, അതേമാതിരി സിദ്ദീഖ്, വിജയ് ബാബു, ഗോകുൽ സുരേഷ്, വിജയ് വെങ്കടേഷ്, സുഷ്മിത ഭട്ട് ഇവരൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഇതിൽ കഥ എഴുതിയിട്ടുള്ളത് സൂരജും അതേമാതിരി നീരജ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ABCDയുടെ കഥ എഴുതിയ ആൾക്കാർ. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ FRR ഫിലിംസ് ആണ്. എന്തായാലും ത്രില്ലർ ജനറിലാണ് പടം ഒരുങ്ങുന്നത്. ഷൂട്ട് പെട്ടെന്ന് തീരും എന്നാണ് തോന്നുന്നത്. കാരണം ഫസ്റ്റ് ഷെഡ്യൂൾ എറണാകുളത്തിലാണ്. പിന്നെ ഒരു 3 ദിവസത്തെ ഷൂട്ട് മൂന്നാറിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുവരെ കേൾക്കുന്നത്. അതിലും കൂടുതൽ ഉണ്ടാവും എന്നുള്ള അറിയത്തില്ല. എന്തായാലും മമ്മൂട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് വേറെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ 7 ലക്കി ഭാസ്കർ ഇറങ്ങും. ഓൾറെഡി പറഞ്ഞാലും നേരത്തെ ആവാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത്. അത് 6ാം തീയതി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ്, പക്ഷേ 7ാം തീയതി തന്നെയാണ് ഒഫീഷ്യൽ പോസ്റ്റർ അവർ പുറത്തിറക്കി. 7/9/2024 ലക്കി ഭാസ്കർ പുറത്തിറങ്ങും. അത് ശരിക്കും മമ്മൂട്ടിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ടല്ല, വിനായക ചതുർത്ഥിയൊക്കെ ആയിട്ട് അങ്ങനെ ഇറക്കുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഇനി കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.